എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടി നിയോജകമണ്ഡലത്തിൻ്റെ ഒരു മലയോര പ്രദേശമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള മലക്കപ്പാറയിലാണ്. എൻ്റെ പിറകെ കാണുന്നത് ഈ മലക്കപ്പാറയിലെ ടാറ്റ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന തോട്ടം തൊഴിലാളികളാണ്. നമ്മൾ ഈ തോട്ടം തൊഴിലാളികൾ എന്ന് പലതവണ പേപ്പറുകളിലും ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തെപ്പറ്റി അടുത്തറിയണമെങ്കിൽ നമ്മളിവിടെ വരണം. വളരെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളിലൂടെയാണ് ഈ തോട്ടം തൊഴിലാളികൾ ഇവിടെ ജീവിക്കുന്നത്. അവരുടെ മക്കൾ പഠിക്കുന്നുണ്ട്, വളരുന്നുണ്ട്. പക്ഷേ അവരുടെ കാര്യങ്ങൾ യഥാവിധി എന്താണെന്ന് അറിയാനോ അവർക്ക് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനോ ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ജനപ്രതിനിധികൾ ഹൃദയങ്ങളിൽ വാഴുകയുള്ളൂ. തീർച്ചയായിട്ടും സനീഷ് കുമാർ ജോസഫ് MLA ഏറ്റവും വലിയ ഒരു വികസന പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവി തലമുറയുടെ ഭാവി സുനിശ്ചിതമാക്കുന്നതിനുള്ള വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുക, ആ പദ്ധതികൾക്ക് രൂപം കൊടുക്കുക, ആ പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ്. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് SH കോളേജിൽ ഒരു പരിപാടി നടന്നിരുന്നു. അദ്ദേഹം ഇവിടെ ചിറക് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ MLA പ്രവർത്തനങ്ങളുടെ വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കിയിരുന്നു. ആ ചിറക് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏകദേശം ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് വേണ്ടി 5000 രൂപ സഹായം, വിദ്യാഭ്യാസ സഹായം നൽകുന്ന ഒരു സ്കോളർഷിപ്പ് പദ്ധതി, ഏകദേശം 25 ലക്ഷം രൂപയുടെ ഒരു വലിയ സ്കോളർഷിപ്പ് പദ്ധതിയാണ് അദ്ദേഹം നടപ്പിലാക്കിയത്. അതിൽ കണ്ട ഒരു പ്രധാന സവിശേഷത അവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന വിദ്യാർത്ഥികളിലേക്ക് ഈ സ്കോളർഷിപ്പ് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യമായിരുന്നു സനീഷ് കുമാർ ജോസഫ് അവിടെ നടപ്പിലാക്കിയത്. അതിനുശേഷം അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞിരുന്നു ഈ തോട്ടം തൊഴിലാളികളുടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു വലിയ സ്കോളർഷിപ്പ് നടപ്പിലാക്കുമെന്ന്. ഇന്ന് ആ ഒരു സ്കോളർഷിപ്പ് പദ്ധതിയുടെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ആദരണീയനായിട്ടുള്ള തൃശ്ശൂർ ജില്ലാ കളക്ടർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സനീഷ് കുമാർ ജോസഫ് MLA, അതിരപ്പള്ളി പഞ്ചായത്തിലെ വാർഡ് മെമ്പർമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, അതുപോലെ തന്നെ ഇവിടുത്തെ ആദരണീയനായിട്ടുള്ള മെമ്പർ മുത്തു തുടങ്ങിയ എല്ലാ ജനപ്രതിനിധികളും തോട്ടം തൊഴിലാളികളും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ തോട്ടം തൊഴിലാളികളുടെ മക്കളുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇടപെടുന്നതിന് വേണ്ടി ഇവിടെ സനീഷ് കുമാർ ജോസഫ് MLA നടത്തുന്ന ചിറക് പദ്ധതിയുടെ ഭാഗമായിട്ട് നടത്തുന്ന സ്കോളർഷിപ്പ് പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇത് വളരെയധികം അഭിനന്ദനാർഹമായ സംഭവമാണ്. നിങ്ങൾ നിങ്ങളുടെ നിയോജക മണ്ഡലങ്ങളിലെ MLA-മാരോടും ജനപ്രതിനിധികളോടും ചോദിക്കണം. എല്ലാ ജനപ്രതിനിധിമാർക്കും ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സഹായങ്ങൾ ഏർപ്പാടാക്കാൻ സാധിക്കും. സനീഷ് കുമാർ ജോസഫ് MLA വികസന നയത്തിൽ ഏറ്റവും കാതലായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുന്നത് ഭാവി തലമുറയെ, കുട്ടികൾക്ക് വേണ്ടി, അവർക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുന്നുള്ളത് അല്ലെങ്കിൽ കലാകായിക മേഖലയിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് സഹായങ്ങൾ നൽകുന്ന എന്നുള്ള വലിയൊരു പ്രൊജക്റ്റാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിദ്യാഭ്യാസ സഹായ നിധിയിലൂടെ, ഈ സ്കോളർഷിപ്പ് പരിപാടിയിലൂടെ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതിയിലൂടെ ഏകദേശം 40ഓളം കുട്ടികൾക്കാണ് ഇവിടെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നത്. നമുക്ക് ഈ പരിപാടികളിലേക്ക് കടന്നില്ല. நமக்காக படித்து நமக்காக உழைத்து இன்றும் நமக்காக சேவை செய்து கொண்டிருக்கும் நெல்லையின் சிங்கம், மூணாரின் தங்கம், திருச்சூர் கலெக்டர் அவர்களை மாணவ மாணவியர்கள் சார்பாகவும் தோட்டத்தொழிலாளர்கள் சார்பாகவும் வருக என வரவேற்கிறேன். அவரை முத்தமிழ் செல்வி மாலையிட்டு கௌரவிப்பார். തോട്ടങ്ങളും തേയില നുള്ളുന്ന തോട്ടം തൊഴിലാളികളെയും കാണുന്ന നാട് അത് മലക്കപ്പാറയാണ്. ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മലയോര ഗ്രാമം. പ്രകൃതിയുടെ സൗന്ദര്യം കിനിഞ്ഞിറങ്ങുന്ന ഹരിതാപ കാഴ്ചകൾക്കപ്പുറം നിറമില്ലാത്ത സ്വപ്നങ്ങളെ പ്രണയിക്കുന്ന ഒരു ജനതയുണ്ട് മലക്കപ്പാറയിൽ. അത് തോട്ടം തൊഴിലാളികളാണ്. ചെറിയ ലയങ്ങളിലെ 4 ചുമരുകൾക്കിടയിലുള്ള ലോകത്തെ സ്വപ്നം കാണുന്നവർ. അടിസ്ഥാന സൗകര്യങ്ങളുടെയും കണക്ടിവിറ്റിയുടെയും അപര്യാപ്തത തൊഴിലാളികളുടെ വളർന്നു വരുന്ന തലമുറയെ പോലും പിന്നോട്ടടിപ്പിക്കുന്ന കാലം. എന്നാൽ നിറമില്ലാത്ത സ്വപ്ന കാഴ്ചകളിൽ നിന്നും വർണ്ണങ്ങളുടെ സ്വപ്ന ലോകത്തേക്ക് ചിറകടിച്ചുയർത്തുവാനാണ് സനീഷ് കുമാർ ജോസഫ് MLA ചിറക് പദ്ധതി. തൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഭാവി തലമുറയ്ക്ക് വേണ്ടി കരുതലിൻ്റെ സ്പർശവുമായി MLA സനീഷ് കുമാർ ജോസഫ് തോട്ടം തൊഴിലാളികളുടെ മക്കളെ ചേർത്ത് നിർത്തിയപ്പോൾ അവരുടെ സ്വപ്നങ്ങൾക്കും ചിറകുമുളയ്ക്കുകയായി. മലക്കപ്പാറ ടാറ്റ ടി എസ്റ്റേറ്റിലെ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള തോട്ടം തൊഴിലാളികളുടെ മക്കളായ വിദ്യാർത്ഥികൾക്കായി 6,40,000 രൂപയുടെ
വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന 40 വിദ്യാർത്ഥികൾക്ക് 16,000 രൂപ വീതമാണ് പദ്ധതിയുടെ ഭാഗമായി ലഭിച്ചത്. സനീഷ് കുമാർ ജോസഫ് MLA നടപ്പിലാക്കി വരുന്ന ചിറക് പദ്ധതിയുമായി സഹകരിച്ച് സന്നദ്ധ സംഘടനയായ കെയർ ആൻഡ് ഷെയറും ക്ലാരിഷൻ സന്യാസ സഭയും ചേർന്നൊരുക്കിയ സ്കോളർഷിപ്പിന്റെ വിതരണോദ്ഘാടനം തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS നിർവഹിച്ചു. കഴിഞ്ഞ വർഷം മലക്കപ്പാറയിലെ ഉന്നത വിദ്യാഭ്യാസം നടത്തിവരുന്ന വിദ്യാർത്ഥികൾക്കായി 8 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പിന്റെ തുടർച്ചയാണ് ഈ വർഷവും പദ്ധതി സംഘടിപ്പിച്ചിരിക്കുന്നത്. സാമ്പത്തികമായി ഏറെ പിന്നോക്കാവസ്ഥയിലുള്ള ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട പഠന സൗകര്യം ലഭ്യമാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ഈ ധനസഹായ വിതരണ പദ്ധതി ഒരുക്കിയിരിക്കുന്നതെന്ന് സനീഷ് കുമാർ ജോസഫ് MLA അറിയിച്ചു. ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ വിദ്യാഭ്യാസം, യുവജനം, സാംസ്കാരികം, കായികരംഗം, തൊഴിൽ തുടങ്ങിയ സമഗ്ര മേഖലകളുടെയും വളർച്ച ലക്ഷ്യമിട്ട് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ചിറക്. ഭാവി തലമുറയെ സ്വയം പര്യാപ്തരാക്കി മാറ്റുന്ന സുസ്ഥിര വികസനമാണ് ഈ പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാൻഡി ജോസഫ്, അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മുത്തു, KM ജയചന്ദ്രൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി K തോമസ്, ജോർജ് വെണ്ണാട്ടുപറമ്പിൽ, മുരളി ചക്കന്തറ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങുകൾക്ക് ശേഷം തോട്ടം തൊഴിലാളികൾ തയ്യാറാക്കിയ രുചികരമായ ബിരിയാണിയും കഴിച്ചാണ് MLAയും ജില്ലാ കളക്ടറും ജനപ്രതിനിധികളും നാട്ടുകാരും പരിപാടികൾക്ക് സമാപനം കുറിച്ചത്. തോട്ടം തൊഴിലാളി കുടുംബത്തിൽ നിന്നും വളർന്നു വന്ന് IAS നേടി തൃശൂർ ജില്ലാ കളക്ടറായ അർജുൻ പാണ്ഡ്യ തോട്ടം തൊഴിലാളികളുടെ മക്കളെ ചേർത്ത് നിർത്തിയും തൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ യാത്ര നടത്തിയും സമ്മാനങ്ങൾ വിതരണം ചെയ്തും കുട്ടികളെ സന്തോഷഭരിതരാക്കി. ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കായി 30 ലക്ഷത്തിൽ പരം രൂപയുടെ പദ്ധതികളാണ് ഇതുവരെ MLA സനീഷ് കുമാർ ജോസഫ് ചിറക് പദ്ധതിയിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. இங்க எல்லா பேரண்ட்ஸுமே படிச்சுக்க மாட்டாங்க. பட் அவங்களோட குழந்தைங்க வந்து நல்லா படிக்கணும் அப்படிங்கிறதுக்காக இங்க வேலை செஞ்சு நம்மளை படிக்க வைக்கிறாங்க. ஆனா இங்க வேலை செய்யறதுனால அவங்களுக்கு சம்பளம் வந்து கம்மியா தான் கிடைக்குது. அவங்க வந்து லோன் போட்டு அந்த மாதிரி நம்மளை வந்து படிக்க வைக்கிறாங்க. இந்த மாதிரி ஒரு சிச்சுவேஷன்ல வந்து இவங்க வந்து நமக்கு ஸ்காலர்ஷிப் கொடுக்கறது வந்து ரொம்ப பெனிஃபிட்டா இருக்கும். இந்த ஸ்காலர்ஷிப் கிடைக்கிறதுக்கு காரணமாக இருந்த மாவட்ட ஆட்சியர் அவர்களுக்கும் MLA அவர்களுக்கும் வார்டு மெம்பர் அவர்களுக்கும் கல்வி மாணவர்கள் சார்பாக நன்றி தெரிவித்துக் கொள்கிறேன். பெற்றோர்கள் சார்பாகவும் நன்றி தெரிவித்துக் கொள்கிறேன். இதை வந்து நம்ம ஒரு இன்ஸ்பிரேஷனா எடுத்து நம்மளும் நல்லா படிச்சு ஒரு நல்ல பொசிஷனுக்கு போயிட்டு நம்மளும் இந்த மாதிரி கஷ்டப்படுற குழந்தைங்களுக்கு ஸ்காலர்ஷிப் கொடுக்கணும், எஜுகேஷனுக்கு வந்து நல்லா ஹெல்ப் பண்ணணும். தேங்க்யூ. இந்த மாதிரி யாருமே இந்த மாதிரி ஹெல்ப் பண்ணதில்லை. போன வருஷம் நீங்கள் கொடுத்தீங்க, எல்லா வருஷமும் கொடுக்குறீங்க. நாங்கள் வந்து கடன் வாங்கி தான் படிக்க வைக்கிறோம். கடன் வாங்கி தான் பிள்ளைகளை படிக்க வைக்கிறோம். எங்களுடைய சம்பளம் வந்து பத்தாது, பிள்ளைகளை படிக்க வைக்க பத்தாது. எல்லாத்துக்குமே 2 குழந்தைங்க போகுது. அப்போ எங்களுக்கு வந்து நாங்கள் வட்டிக்கு பணம் வாங்கி தான் நாங்கள் படிக்க வச்சுட்டு இருக்கோம். ஏன்னா எங்கள் நிலமை வந்து எங்கள் பிள்ளைகளுக்கு வந்துடக்கூடாதுன்னு வட்டிக்கு வாங்கி படிக்க வச்சா இந்த நேரத்தில் இந்த தொகையை கொடுக்கறது எங்களுக்கு பெரிய உதவியாக இருக்குது. கலெக்டர் அவர்களுக்கும் MLA அவர்களுக்கும் நாங்கள் எங்கள் பெற்றோர்கள் சார்பாக நன்றி தெரிவிச்சோம். நானும் உங்களே மாதிரி செய்யும் இதே மாதிரி தான். தமிழ்நாடும் இல்லை, கேரளாவும் இல்லை, 2 இடத்துலையும் போயிடாது. அப்படி உள்ள இடத்துல இருந்தால் நானும் பார்த்தேன். இது மூணாரில் பீருமேடுன்னு சொல்லுவாங்க, வண்டி பெரியார் அதுக்கெல்லாம் பக்கத்தில் எங்களுக்கு வண்டி இது மாதிரி எஸ்டேட்டு லைனும் அப்படி உள்ள இடத்துல இருந்தால் நானும் வரேன். நாங்கள் எஸ்டேட்டில் இருந்தோம், லைன்ஸில் இருந்தோம். அதுக்கப்புறம் வேறு வீடு வச்சு புதுருக்காங்க மாற்ற மாதிரி. அதுக்கப்புறம் அம்மாவோட அவங்க எல்லாரும் லைன்ஸில் தான் இருந்தாங்க. இங்கே டாட்டானாலும் கொஞ்சம் கூட பெட்டராக இருக்கும், அங்கே கொஞ்சம் கூட மோசமாக இருந்துச்சு. தெரியல, அங்கெல்லாம் லைன்ஸில் பார்க்கல. என்னாலும் லைன்ஸில் எப்படி இருக்கும்னு ரொம்ப இங்கே இருந்து பார்த்தா தான் தெரியும். வேறு சொல்லும்போது அதுக்கு பற்றி தெரியாது. அந்த வெளியில் சொல்லும்போது குவார்ட்டர்ஸ் மாதிரின்னு சொல்லலாம். ஆனால் லைன்ஸில் இருந்து பார்த்தா தான் அதுக்கு பற்றி அந்த டிஃபிகல்ட்டி தெரியும். என்னாலும் நம்ம MLA இதுக்காக இனிஷியேட்டிவ் எடுத்துகிட்டு லாஸ்ட் இயர் ஸ்டார்ட் பண்ணிவிட்டு இது 2nd எடிஷன் ஆகிட்டு இந்த ஸ்காலர்ஷிப்பு பண்ணியிருக்காரு. எப்போவுமே நம்ம என்னெல்லாம் டெவலப்மெண்ட் பண்ணாலும் லாஸ்ட் அந்த எஜுகேஷனில் இம்ப்ரூவ்மெண்ட் ஆனால் தான் நமக்கு எல்லாருக்கும் இங்கேருந்து ஒரு டெவலப்மெண்ட் ஆகி வெளியிருந்து போக முடியும். ஏதாவது டெவலப்மெண்ட் ஆகிட்டு எப்போவுமே எஜுகேஷனில் ஃபோக்கஸ் பண்ணால் தான் அப்படி முடியும். MLAவோட சப்போர்ட் இருக்க எல்லா காரியத்திலும் இந்த ஸ்காலர்ஷிப்பை பற்றி ஒன்று கூட சொல்லக்கூடாது. எப்படியும் எஜுகேஷன் நீங்கள் நல்லா படிங்க, படித்து நல்லா வெளியில் வாங்க. தேசி இவ்வளோ சப்போர்ட் பண்ணதுக்கு ஆள் இருக்கிறதுனால பல யூஸ்ஃபுல் ஆகிட்டு நீங்கள் பண்ணுங்க. ஓகே, அப்போ எல்லாருக்கும் ஒன்று கூட நன்றி. MLAக்கு உங்கள் எல்லாருக்கும் பேரில் ஒன்றும் கூட நான் நன்றி அறிவிக்கிறேன். இப்படி ஒரு സ്കീം ഇൻട്രൊഡ്യൂസ് பண்ணதுக்கு ഇவ்வளோ പേർക്ക് ഹെൽപ്പ് பண்ணதுக்கு. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നന്നായി പഠിക്കുന്ന നിരവധി കുട്ടികൾ ഈ പ്രദേശത്തുണ്ട്. പക്ഷേ പലപ്പോഴും സാമ്പത്തികമായ പ്രയാസങ്ങൾ അവരുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുകയും പലപ്പോഴും വെട്ടിപ്പലിശയ്ക്ക് പണം മേടിച്ചുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ വർഷം
8 ലക്ഷം രൂപ ഷെയർ ആൻഡ് കെയർ എന്ന് പറയുന്ന ഒരു സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അടുത്ത സുഹൃത്തുക്കൂടിയായിട്ടുള്ള വിജയത്തിന് അടുത്ത് ഈ വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹം അങ്ങനെ കഴിഞ്ഞ വർഷം 8 ലക്ഷം രൂപ ഇവിടുത്തെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് കൊടുത്തു. ഈ വർഷം 40 കുട്ടികൾക്ക് നമ്മൾ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് கொடுക്കുകയാണ്. நமது எம்எல்ஏ எப்போ கூப்பிட்டாலும் எந்த நேரம் கூப்பிட்டாலும் இரவு பகல் நேரமே கிடையாது. அதிகமாக நான் தான் கூப்பிடுவேன். நம்ம மக்கள் எப்பவுமே முதலா இது யாரும் வந்திருக்கு, முதலா இது காட்டியம் வந்திருக்கு சொல்லுவாங்க. நான் 1 மணி கூப்பிட்டாலும் அவங்களை வந்து பார்ப்பாங்க. ஜானகி அம்மா அதுபோல இங்கே நம்ம வேலுமங்க இவங்களை போடுவாங்க. இந்த டைம்ல இப்போ நமக்கு என்னாச்சு, காலேஜ் கொடுக்கும்போது 2-3 பேர் விட்டுருந்துச்சு. அந்த 3 பேர் தொடர்ந்து எம்எல்ஏ உரைவாக்குறாரு. புத்தகம் பேர் விட்டா பரவாயில்ல, நம்ம அடுத்த இதில் நம்ம கொடுத்துடலாம் அப்படின்னு. அவருக்கு கொடுக்க மாட்டேங்கிற மனசு இல்லாத ஒரு எம்எல்ஏவை நான் இதுவரை பார்த்ததில்லை. நீங்கள் உங்களுக்கு எப்படின்னு எனக்கு தெரியல. பார்த்துருந்துச்சுன்னா ஒரு நல்ல ஒரு கைதட்டை கொடுத்து நம்மளுக்கு எல்லாரும் வரவேற்று என்னுடைய வரவேற்புடைய നമുക്കെല്ലാവർക്കും അറിയാം, MLA ഭാഗമായി കഴിഞ്ഞ വർഷവും നമ്മുടെ തോട്ടം തൊഴിലാളി മേഖലകളിലേക്ക് MLAയുടെ സഹായം നിശ്ചയവുമായി എത്തപ്പെട്ടത് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിരുന്നത് തന്നെയാണ്. ഈ അവസരത്തിലും അതിൻ്റെ തുടർച്ചയായിട്ട് 40 കുട്ടികളിലേക്ക് സ്കോളർഷിപ്പിൻ്റെ വിതരണം എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് തന്നെ MLAയുടെ തുടർ പ്രവർത്തനങ്ങൾ നമ്മുടെ തോട്ടം തൊഴിലാളികളെ എങ്ങനെയെല്ലാം കരുതലായി ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം മാത്രമാണ്. പഴയ ഒരു തലമുറയ്ക്ക് ഒരാളുകളുടെ സഹായമോ അല്ലെങ്കിൽ സാമ്പത്തിക സഹായമോ അങ്ങനെയൊന്നും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് അവർ ഓരോ ജോലിയിലേക്കൊക്കെ ഏർപ്പെട്ടിരിക്കുന്നത്. പക്ഷെ ഇന്നുള്ള തലമുറകളിൽ ഒരുപാട് സ്കോളർഷിപ്പ്, ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റുന്നു, ഒരുപാട് ആളുകൾ സഹായിക്കാൻ സന്നദ്ധരായി മുന്നോട്ട് വരുന്നു. അപ്പൊ അത് നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട്, നല്ല രീതിയിലുള്ള പഠനം കൈവരിച്ചുകൊണ്ട്, നല്ല ജോലി സാധ്യതകളൊക്കെ കണ്ടെത്തി നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ, നല്ലൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കാനൊക്കെ എല്ലാ കുട്ടികൾക്കും സാധിക്കട്ടെ. ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ ഏറ്റവും സാധാരണക്കാരെ കുട്ടികളെ കണ്ടെത്തിക്കൊണ്ട് അവരുടെ സ്വപ്നങ്ങളിലേക്ക് അവരെ ചിറകടിച്ചു വരുവാൻ വേണ്ടി ചിറക് എന്ന ഒരു പദ്ധതി തന്നെ ആവിഷ്കരിച്ച് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ പഠന സൗകര്യവും ഒരുக்கிக்கொண்டாണ് பிரியங்கரன் MLA முன்னோட்டு போகுது. இப்போ நாங்கள் இருக்கிற இடம் மழுக்குப்பாறை. மழுக்குப்பாறையில் பார்த்தீங்கன்னா நிறைய தோட்ட தொழிலாளிகள் அப்படிங்கிற இதில் பார்த்தீங்கன்னா நிறையா பேர் எங்கள் அப்பா அம்மாலாம் வசித்து வராங்க. ஸோ எங்களோட படிப்பு அப்படிங்கிறது பார்த்தீங்கன்னா நாங்கள் ஹையர் ஸ்டடீஸ்க்கு பார்த்தீங்கன்னா இப்போ நம்ம திருச்சூர் மாவட்ட கலெக்டரும் இந்த மாவட்டத்தோட MLA ஊக்கத்தொகையை அமௌண்ட் உதவித்தொகை கொடுத்து எங்களுக்கு ரொம்ப ஹெல்ப்ஃபுல்லாக உதவி பண்ணியிருக்காங்க. ஸோ இதை வச்சு எங்களோட ஹையர் ஸ்டடீஸுக்கு நாங்கள் இன்னும் மேலும் இவங்கள மாதிரியே இன்னும் நாங்கள் வளர்ந்து ஒரு நல்ல சூழ்நிலைக்கு நல்ல ஒரு பொசிஷனுக்கு எங்களால் முடிஞ்ச உதவியை இன்னி வர குழந்தைங்களுக்கு நாங்கள் பண்ணி கொடுப்போம். கொடுத்தது எங்களுக்கு ரொம்ப ஹெல்ப்ஃபுல்லா இருக்கு. எங்க அப்பா அம்மாலாம் எங்களை ரொம்ப கஷ்டப்பட்டு படிக்க வைக்கிறாங்க. ஆனா இது ரொம்ப ஹெல்ப்ஃபுல்லா இருக்கு. நாங்க நல்லா படிச்சு நல்ல ஒரு வேலைக்கு போவோம். தேங்க்யூ. எங்க வீட்ல எங்களை கஷ்டப்பட்டு படிக்க வைக்கிறாங்க. இந்த டி எஸ்டேட்ல ஒர்க் பண்ணி தான். ஸோ இந்த டைம்ல இப்படி ஒரு இனிஷியேட்டிவ் எடுத்து எங்களுக்கு ஸ்காலர்ஷிப் ப்ரொவைட் பண்ணி ரொம்ப ஹெல்ப்ஃபுல்லா இருக்குது. இது எங்க ஸ்டடீஸ்க்கு ரொம்ப ஹெல்ப்ஃபுல்லா இருக்கும். நெக்ஸ்ட் இந்த மாதிரி நாங்களும் படிச்சு மற்றவங்களுக்கு ஹெல்ப் பண்ணுவோம். தேங்க்யூ.